മറ്റൊരു പെൺകുട്ടിയുമായി മിഥുന്റെ കല്യാണം തീരുമാനിച്ചറിഞ്ഞിട്ട് നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? നിന്റെ അനിയത്തിയുടെ സ്വപ്നങ്ങൾ തകർന്നതിന്റെ സന്തോഷമാണോ? അല്ല, ഇതേ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. എന്റെ കുട്ടിക്കാലം മുതലേ ഡാഡിക്ക് എന്നേക്കാൾ പ്രിയപ്പെട്ടത് അനന്തരവനെയായിരുന്നു. കുടുംബത്തിലാദ്യം പിറന്ന ഉണ്ണിയോടുള്ള അമിതമായ വാത്സല്യം. വളർന്നപ്പോ നല്ലവനായ ഉണ്ണി നായകനും ഞാൻ വില്ലനുമായി. പക്ഷെ പെൺവിഷയത്തിലെ മിഥുനേട്ടൻ മഹാപ്പിഴയാണെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാ. അതവരുടെ പാർട്ടിക്കുള്ളിലെ പരസ്യമായ ഒരു രഹസ്യമാണ്. മിഥുനും ആ കുട്ടിയും തമ്മിൽ സ്നേഹത്തിലായതുകൊണ്ടാണ് ഞാൻ ആ വിവാഹം നടത്താൻ തീരുമാനിച്ചത്. അതിന് നീ വേറെ അർത്ഥങ്ങളൊന്നും കാണണ്ട. ആയിക്കോട്ടെ, ഡാഡി പറയുന്ന കള്ളം ഞാനങ്ങ് വിശ്വസിക്കാം. നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെണ്ണെ മിഥുനേട്ടന്റെ ഒരു കാമുകിയാണെന്ന് ഞാൻ സമ്മതിക്കാം. ഇനിയും കാമുകിമാർ അവകാശം പറഞ്ഞുകൊണ്ട് കയറി വരുമ്പോ ഡാഡി എന്ത് ചെയ്യും? അവരെ എല്ലാരെയും മിഥുനേട്ടനായിട്ട് കല്യാണം കഴിപ്പിക്കോ? അതിന് നാളെ വരുന്ന ആ പെണ്ണ് സമ്മതിക്കോ? ആ വാ 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 വാ. അല്ലെങ്കിലും ഒരാളെ കുറ്റം പറയുമ്പോ അയാളും കൂടെ ഉള്ളതാണ് എനിക്കിഷ്ടം. അവരറിയാതെ മാറി എന്ന് പറയുമ്പോഴേ കുശുമ്പും കുന്നായ്മയായിട്ട് എല്ലാവരും കരുതൂ. എടാ, എന്റെ മിഥുൻ ബേട്ടയ്ക്ക് എന്ത് കുറ്റമാണ് നീ കണ്ടുപിടിച്ചത്? മിഥുനേട്ടൻ ഒരു നല്ല ചോയ്സ് അല്ല എന്ന് ചൈത്രയോടെ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചായിരുന്നു. ഞാനിതിലൊന്നും ഇടപെടണ്ടെന്നായിരുന്നു അവളുടെ മറുപടി. എന്നാലും എന്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് ചൈത്രയും ഈ ബന്ധത്തിലെ അത്ര സീരിയസ് ഒന്നുമല്ല. സ്വന്തം നേട്ടങ്ങൾക്കുള്ളൊരു വഴി മാത്രമായിരുന്നു അവൾക്ക് മിഥുനേട്ടൻ. പ്രണയവും വിവാഹമൊക്കെ സ്വന്തം ലാഭങ്ങൾക്കുള്ള കുറുക്ക് വഴിയാക്കുന്ന ഈ രീതികളെ കുറിച്ച് ഞാനിതുവരെ കേട്ടിട്ട് പോലുമില്ല. എനിക്കിതൊക്കെ പുതിയ അറിവുകളാ. ആര്യമ്പേട്ട കള്ളം പറയുക. മിഥുൻ ബേട്ടയും ചൈത്ര ബേട്ടയും തമ്മിലുള്ളത് സച്ചാ പ്യാർ ഹേ, റിയൽ ലവ്. റിയൽ ലവ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ചൈത്രയെ കല്യാണം കഴിച്ചിട്ടേ ഈ സ്വത്തുക്കളൊക്കെ അടിച്ചെടുക്കാമെന്നായിരുന്നു നിങ്ങളുടെ പ്ലാൻ. എന്നെ ഒതുക്കാൻ ചൈത്രയും അതിന് കൂട്ടുനിന്നു. പക്ഷേ ദൈവമെന്ന് ചിലരും ചെകുത്താനെന്ന് മറ്റു ചിലരും വിളിക്കുന്ന ഒരു ശക്തി നമുക്ക് മുകളിലുണ്ടല്ലോ. അതിന്റെ ഒരു കളി കൊണ്ട് ഒക്കെ ചീറ്റിപ്പോയി. എന്തായാലും ഇതറിയുമ്പോ സ്വിറ്റ്സർലാൻഡ് ടൂർ നിർത്തിവെച്ച് ചൈത്ര മടങ്ങി വരും. ബഹളം വയ്ക്കും, പൊട്ടിത്തെറിക്കും. അപ്പ പറയാനുള്ള മറുപടി നിങ്ങൾ ഇപ്പൊ തന്നെ കരുതി വെച്ചോണം. ഓക്കെ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.
കാര്യം പറഞ്ഞതിൽ കാര്യമുണ്ട്. ചൈത്ര വലിയ പ്രശ്നം ഉണ്ടാക്കും. അതെ, കീർത്തിയുടെ ബഹൻ ശില്പയുമായി ഭയ്യയ്ക്ക് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അച്ഛന്റെ സ്ഥാനത്ത് കാണാൻ ഭയ്യ അവളോട് പറയുന്നത് ഞാൻ കേട്ടതാ. ആ രഹസ്യം ഞാൻ കണ്ടുപിടിക്കും. അത് പറഞ്ഞ് ചൈത്ര ബേട്ടിയെ ഞാൻ കൂടെ നിർത്തും. ഈ കല്യാണം നടന്നാലല്ലേ അതിന്റെ ആവശ്യമുള്ളൂ. നാളെ എന്തായാലും എന്റെ കല്യാണം നടക്കില്ല. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.